ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് വിത്ത് അരുണ. എൻ്റെ ഒച്ചയൊക്കെ ഫുള്ള് പോയി കിടക്കുകയാണ് കേട്ടോ. 2 ദിവസമായിട്ട് തുടങ്ങിയ ജലദോഷമാണ്, ഇതുവരെ കുറഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് എൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. അതായത് ചേട്ടായി ഇവിടെ ഇല്ല, ചേട്ടായി ഹൈദരാബാദിന് പോയിക്കുക. അപ്പോൾ ചേട്ടായി ഇല്ലാതെ ഇവിടെ ഒച്ചയ്ക്ക് നിൽക്കാനായിട്ടൊരു സുഖമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് ഇന്ന് തന്നെ വരും. കാരണം നാളെ മൺഡേ ആണ്, കുട്ടിച്ചിന് സ്കൂളുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ രാവിലെ ഇറങ്ങണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ എല്ലാം കൂടെ ഒരുങ്ങി കെട്ടി വന്നപ്പോഴത്തേക്ക് ഏതാണ്ട് ഈ സമയമായി. അപ്പോൾ ഞങ്ങൾ വേണ്ട വീട്ടിലോട്ട് പോകാൻ വേണ്ടി സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്തു. ചേച്ചി കുറച്ച് തുണി എടുത്ത് വിരിച്ചിടാനുണ്ടായിരുന്നു. സംസാരിക്കാൻ പോലും വയ്യ. അപ്പോൾ ചേച്ചി കുറച്ച് തുണി വിരിച്ചിടാനുണ്ടായിരുന്നു. അപ്പോൾ അത് വിരിച്ചിടാൻ പോയേക്കുക. അത് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകും. പിന്നെ കുട്ടിച്ചിന് ഏതാണ്ട് കുറേ നേരം കലബല എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തോ അപ്പ കേട്ടില്ല. അതെന്നാന്ന് വെച്ചാൽ ഇവൻ്റെ ഒരു ഷൂ ഉണ്ട് ഇവിടെ. ഒരു ഷൂ എവിടെയാണെന്ന് അറിയാൻ പാടില്ല. ഇവനാണെങ്കിൽ ഷൂ സോക്സും കയറ്റി ഇടാതെ അവൻ കൂടെ പോരത്തില്ല. എൻ്റെ പൊന്നോ, എവിടെ പോകാൻ ഇറങ്ങിയാൽ ആ ഷൂ സോക്സും കുത്തിക്കയറ്റി കൊണ്ടുവരും. എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഇറങ്ങാനായിട്ട് നോക്കുമ്പോൾ ഈ ഷൂ ഊരി കയറ്റി ഇടാനൊക്കെ ഭയങ്കര പാടാണ്. ഇവിടെ പറഞ്ഞായിട്ട് കേൾക്കത്തുമില്ല. അപ്പോൾ അവൻ്റെ ഒരു ഷൂ കാണാനില്ല. അപ്പോൾ അത് കുറേ തപ്പി. ഇപ്പം ഇവൻ വിചാരിച്ച ചേച്ചി ഷൂ എടുക്കാൻ പോയതാണെന്നാണ്. ഓക്കെ, അപ്പോൾ ബാക്കി വീട്ടിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, വേണ്ട ഒരു ഷൂ പൊക്കി പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എൻ്റെ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അമ്മച്ചി ഇതേപോലെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നെ നോക്കിയിരിക്കുമായിരിക്കും. എന്നെ ഒരിക്കലുമല്ല. പിള്ളേരുണ്ടായ പിന്നെ എനിക്ക് ഒരു വിലയില്ല ഗൈസ്, അവർ പിള്ളേരെ നോക്കിയിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ നേരെ ചെന്ന് കയറിയത് നമ്മുടെ അടുക്കളയിലോട്ടാണ്, അമ്മയുടെ എന്തൊക്കെ സ്പെഷ്യൽസ് ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ നല്ല അടിപൊളി മോര് കറിയും മീൻ കറിയും ചെറുപയർ തോരനും പന്നിയിറച്ചി, അടിപൊളി പന്നിയിറച്ചിയായിരുന്നു കേട്ടോ. അപ്പോൾ പന്നിയിറച്ചിയും പിന്നെ ചീരത്തോരനും ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നിട്ടാണ് ചീരത്തോരൻ ഉണ്ടാക്കി. പിന്നെ പന്നിയിറച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഞാൻ ഈ പന്നിയിറച്ചിയുടെ തൊലിക്കണ്ടമില്ല, അതായത് നെയ്ക്കഷ്ണം ഞാൻ ഇങ്ങനെ ഒറ്റയിരിപ്പിന് അത് നമുക്കിങ്ങനെ ഒരുപാട് കഴിക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ മട്ടി പോകുന്നത് വരെ ഒരു 3-4 പീസ് ഇങ്ങനെ കഴിക്കും കേട്ടോ. ദൈവമേ, ചിലപ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ കാറ്റേ വരുന്നുള്ളൂ. നല്ല സൗണ്ടൊക്കെ ഫുള്ള് പോയി കിടക്കുവാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങനെ അതുകൊണ്ട് പന്നിയിറച്ചി അവിടെ വന്നപ്പോൾ അമ്മ എനിക്ക് 2-3 പീസ് വായിൽ വെച്ച് തന്നു. എൻ്റെ വക ഞാൻ തന്നെ 2-3 എടുത്ത് കഴിച്ചു. അങ്ങനെ കുറച്ചാൽ നിപ്പിൽ തന്നെ വയറ്റിലാക്കി പന്നിയിറച്ചി. ഇത്രയും കറികളൊന്നും പോരാഞ്ഞിട്ട് 2 മുട്ടയും കൂടി എടുത്ത് ഇങ്ങോട്ട് ചിക്കി പൊരിച്ചു. അല്ലെങ്കിൽ ഒരു സമാധാനമില്ല. കാരണം ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ പറയുന്നില്ലേ മുട്ട കഴിച്ചാൽ ഒരു കുഴപ്പമില്ല എന്ന്. എനിക്ക് മുട്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ മുട്ട ഒരു മുട്ടയ്ക്കുള്ളിൽ കഴിക്കാൻ പാടില്ലെന്ന് ഡോക്ടേഴ്സ് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഒരു മുട്ടയിൽ തന്നെ ഒതുക്കിയത്. ഇപ്പോൾ ധൈര്യമായിട്ട് കഴിച്ചു എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ 2-3 മുട്ടയ്ക്ക് ഒരു ദിവസം കഴിക്കാറുണ്ട്. പിന്നെ ചോറ് കഴിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് അത്രയും പ്രശ്നമില്ല. അങ്ങനെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ മീൻകറിയും മോരുകറിയും പന്നിയിറച്ചിയും ചെറുപയർ തോരനും ചീരയും മുട്ടയെല്ലാം കൂടെ കൂട്ടി ഒരു പിടിയും കൂടി പിടിക്കുമ്പോണ്ടല്ലോ എന്നാ ടേസ്റ്റാന്ന് അറിയാം. അമ്മയുടെ മോരൂർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഒരു പ്രത്യേക സ്റ്റൈലിലാണ് മോരൂർ ഉണ്ടാക്കുന്നത്. അതായത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കണം. ചുമ്മാ തേങ്ങ അരച്ചിട്ട് മോര് കാച്ചുന്ന പോലെ ഉണ്ടാക്കും. പക്ഷെ ഒടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പുറത്തിരുന്ന് അമ്മയും അമ്മച്ചിയും കൂടെ എന്തോന്നിട്ട് ഈ പ്ലേറ്റ് കാണാൻ പാടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. എന്നാലും ഞാൻ തളരത്തില്ല, ഞാൻ തിന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ റേച്ചുവിൻ്റെ മൂടൊക്കെ മാറി ഒരുമാതിരി മൂഷാട്ട സ്വഭാവമായി തുടങ്ങിയപ്പോഴത്തേക്കും പയ്യെ റേച്ചുവിനൊക്കെ എടുത്തൊന്ന് പയ്യെ പുറത്തേക്കൊക്കെ കൊണ്ടേ കറക്കാന്ന് വിചാരിച്ച് രണ്ടുപേരും കൂടെ ദേണ്ട ഉലാത്താനായിട്ട് പോവുകയാണ്. പിന്നെ പയ്യെ ഒന്ന് ചാച്ചാൻ വേണ്ടി റൂമിലോട്ട് വന്നാണ്. ദേണ്ട ഇത് ഞങ്ങളുടെ കല്യാണ ഫോട്ടോയാണ്. 2019 കല്യാണം കഴിഞ്ഞത്. പക്ഷേ 20ൻ്റെ കലണ്ടറാണ് കിടക്കുന്നത്. അടുത്ത വർഷത്തെ കലണ്ടറാണ് പുള്ളി ഉണ്ടാക്കി തന്നത്. അങ്ങനെ കുറച്ച് നേരം കിടന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ദേണ്ട ബിസ്ക്കറ്റ് കഴിക്കാനായിട്ട്, അതായത് ഷുഗർ ഫ്രീ ബിസ്ക്കറ്റാണ്, ഷുഗർ നെഹി. അപ്പോൾ ഷുഗർ ഇല്ലാത്ത ഒരു 3-4 ബിസ്ക്കറ്റ് ഇങ്ങനെ എടുത്ത് ഞാൻ വയറ്റിലാക്കിയെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് നേരം ബിസ്ക്കറ്റൊക്കെ തിന്നുകൊണ്ട് അവിടെ നിന്നപ്പോഴത്തേക്കും റേച്ചു പയ്യെ കുണിയും എൻ്റെ അടുത്തോട്ട് വന്നു കേട്ടോ. അവളുടെ മൂഡ് എന്തോ അത്രയ്ക്ക് ഇങ്ങനെ ശരിയല്ല. പിന്നെ അതിൻ്റെ ഈ ഉടുപ്പ് നല്ല രസമില്ലേ കാണാനായിട്ട്. ഇത് അവളുടെ ബാപ്റ്റിസം റിസപ്ഷൻ ആരോ ഇതേപോലെ ഗിഫ്റ്റ് കൊണ്ട് തന്നതാണ് കേട്ടോ. ഞാൻ പിന്നെ ഓണമൊക്കെ അല്ലേ, അപ്പോൾ പിന്നെ കുറച്ച് ഭംഗിയിലിരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഈ ഉടുപ്പെടുത്ത് ഇടിച്ചാണ് കേട്ടോ. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. എനിക്കല്ലെങ്കിൽ ഈ പെമ്പിളേർ ഒരുക്കി കൊണ്ടു നടക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ അപ്പുറത്തിരുന്ന് ചോറിനോട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയുടെ അടുത്ത് നിന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവൾ എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല. പാവത്തിൻ്റെ തല സ്ലാബിൽ കൊണ്ടിടിച്ചെന്ന്. ഞാൻ ആദ്യം വിചാരിച്ച ദൈവമേ പണി കിട്ടിയോ എന്നാണ് വിചാരിച്ചത്. പക്ഷേ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ചെറിയൊരു ഇടിയാണ് ഇടിച്ചത്. അല്ലെങ്കിൽ അവളവിടെ കിടന്ന് കാറി പൊളിച്ചേനെ. ഒന്നാമതേ അത്ര വലിയ നല്ല മൂഡിലല്ല ഇരുന്നത്. അതിൻ്റെ കൂടെ ഈ തലയിടിയും കൂടെ കിട്ടിയപ്പോഴത്തേക്ക് പൂർത്തിയായി. അപ്പോൾ അവളുടെ മൂടൊന്ന് മാറാൻ വേണ്ടിയിട്ട് ചേച്ചി പയ്യെ അവളെ കൊണ്ടൊന്ന് പുറത്ത് പോയി കായും പോയിലൊക്കെ കാണിച്ചു കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ അവൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് നോക്കിയായി കേട്ടോ. അപ്പോൾ ഞാൻ പയ്യെ ടാറ്റൊക്കെ തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ടാറ്റ തരാൻ പറഞ്ഞാൽ അവൾ പയ്യെ കൈയൊക്കെ എടുത്ത് പൊക്കും കേട്ടോ. അപ്പുറത്താണെങ്കിൽ കുട്ടിച്ചൻ അപ്പാപ്പയെ നമുക്ക് റൗണ്ട് അടിക്കാൻ പോവാമെന്നും പറഞ്ഞുകൊണ്ട് അപ്പയുടെ പുറകെ കിടക്കുവാണ്.
അത് ഈ അപ്പം തന്നെ പഠിപ്പിച്ച സ്വഭാവമാണ് കേട്ടോ. എപ്പോൾ വന്നാലും എപ്പോൾ വീട്ടിലുള്ളപ്പോഴും അപ്പാപ്പയും മോനും അവിടെ ഉണ്ടാവത്തില്ല, റൗണ്ട് അടിക്കാനായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അവനാണെങ്കിൽ വീട്ടിൽ കുറേ ബുക്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ബുക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ എഴുതാൻ ബുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പാപ്പയും മോനും കൂടെ ബുക്ക് മേടിക്കാനായിട്ട് പോവാണ്. പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാനും അമ്മയും കൂടെ അപ്പുറത്തിരുന്ന് കുറേ കുശുമ്പും കുഞ്ഞമ്മയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ഈ കുരിപ്പ് അവിടെ നിന്ന് ചാടി ഓടി വന്നു കേട്ടോ. അപ്പോൾ അതേണ്ട ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, ഈ ഒരു വർക്ക് ഞാൻ താനെ ചെയ്തതാണ് കേട്ടോ. അതായത് പഠിച്ചു കഴിഞ്ഞ് ജോലി കിട്ടുന്നതിനൊക്കെ മുന്നേ ആയിട്ട് ഞാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ വെറുതെ വീട്ടിൽ കുത്തിയിരുന്നപ്പോൾ ഓൺലൈൻ ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ താൻ ഈ ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഹാൻഡ് വർക്കൊക്കെ എനിക്ക് ചെയ്യാൻ അറിയാവേ. ഇപ്പം മറന്നുപോയി, അന്നേരം അറിയായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ചെയ്ത ഹാൻഡ് വർക്കാണ് ഞാൻ അമ്മയ്ക്ക് ചെയ്ത് കൊടുത്തായിരുന്നു. പിന്നെ ഒരു 6-6 ആയപ്പോഴത്തേക്കും എല്ലാവരോടും ടാറ്റ ബബയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് തുടങ്ങുവാണ്. കുട്ടിച്ചനെ കുളിപ്പിച്ചിട്ടൊക്കെയാണ് വണ്ടിയിലോട്ട് കയറ്റിയേക്കുന്നത്. കാരണം ആ ഒരു സമയത്ത് അവൻ വണ്ടിയിൽ കയറി ഉറങ്ങുന്നത് എന്തായാലും ഉറപ്പായിരുന്നു. അതങ്ങനെ തന്നെ സംഭവിച്ചു കേട്ടോ. പിന്നെ ഒരു 7-7:15 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള പറ്റുക. ബൈ.